1200 റേഞ്ചിൽ ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തെച്ചിക്കോട്ട മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യത്തേത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ സിൽക്കി കോട്ട മെറ്റീരിയലാണ്. അതിൽ ഫുള്ള് സെൽഫായിട്ടുള്ള കമ്പ്യൂട്ടർ എംബ്രോയിഡറി തെച്ചിക്കോട്ട വർക്ക് വന്നേക്കാണ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള്. എന്നിട്ട് യോക്കിലായിട്ട് മെറൂണും ഡാർക്ക് പിങ്കും കൂടെ ഷെയ്ഡിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നു യോക്ക് പോർഷനിൽ. ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കിന് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് ഫുള്ള് ത്രെഡ് വർക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം പിങ്ക് ഷെയ്ഡ് തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് ടോപ്പിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നു. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ സിൽക്കി കോട്ട ദുപ്പട്ട. അതിൽ രണ്ട് സൈഡും സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ സിമ്പിളായിട്ട് ഈ യോക്കിൻ്റെ ബോർഡറായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു വർക്കും ദുപ്പട്ടയുടെ ബോഡിയിലെല്ലാം കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പം സെയിം ഷെയ്ഡ് തന്നെ സാൻഡൂൺ ബോട്ടം. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് 1200. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇനി കാണിക്കുന്നത്. ആദ്യത്തെ ഈ പിങ്ക്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്. സെയിം പാറ്റേണിൽ തന്നെ യോക്ക് പോർഷനിൽ വർക്ക്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള്. ഫ്രണ്ട് പോർഷനിലെ ആ ഒരു തെച്ചി വർക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ള തെച്ചി വർക്കാണ്. ഒത്തിരി അങ്ങ് ത്രെഡായിട്ടല്ല, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ നല്ല അടുപ്പിച്ച് വരുന്ന ഫുള്ളായിട്ട് വരുന്ന വർക്കാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത്. ബാക്ക് പ്ലെയിനും ലൈനിങ്ങും. ദുപ്പട്ട സെയിം കളർ തന്നെ സിൽക്കി കോട്ട ദുപ്പട്ട. എന്നിട്ട് ബോർഡറിലും ബോഡിയിലും എല്ലാം വർക്ക് സെയിം ഷെയ്ഡിൽ തന്നെ സാൻഡൂൺ ബോട്ടവും. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രീൻ ഈ ഒരു ഷെയ്ഡ്. അതിലും ഈ ഒരു മെറൂണ് ഗ്രീന് പീച്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന സെയിം എല്ലാത്തിലും വർക്ക് സെയിം തന്നെയാണ്. കളറുകൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. സെയിം തന്നെ സാൻഡൂൺ ബോട്ടും ലൈനിങ്ങും ഇതിൻ്റെയും കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലൈറ്റ് ഗ്രീൻ. ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും. എൻ്റെ ദുപ്പട്ട ബോട്ടും ഇതിൻ്റെ കൂടെ തന്നെ സെയിം ഷെയ്ഡിൽ സാൻഡൂൺ ബോട്ടം. ഇത്രയും ഒരേ പാറ്റേൺ വരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഉള്ളൊരു തെച്ചിക്കോട്ടയുടെ ബ്ലോക്ക് പ്രിന്റ് വരുന്ന സെറ്റാണ് ഇനി അടുത്തത് കാണിക്കുന്നത്. റേറ്റ് സെയിം തന്നെയാണ് ഇതിൻ്റെ വരുമ്പോഴും. ഇതിൻ്റെ ഇങ്ങനെ വരും. യോക്ക് വൈറ്റ് വന്നിട്ട് ബോഡി ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നു. ബാക്ക് പോർഷനിലും സെയിം തന്നെ പ്ലെയിൻ സെൽഫ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രിന്റ് വന്നിട്ട് അതുപോലെ തന്നെ യോക്കും ബോഡിയെല്ലാം പോയേക്കുന്നു. ബോട്ടം സാൻഡൂൺ ബോട്ടം. ഇതിൻ്റെ കൂടെ ലൈനിങ് ഇല്ല, ബോട്ടം മെറ്റീരിയൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദുപ്പട്ട വരുമ്പോഴാണെങ്കിൽ സിൽക്കി കോട്ടയിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്ന ദുപ്പട്ട. റേറ്റ് വരുമ്പോഴും സെയിം റേറ്റ് ആണ് രണ്ട് സെറ്റിനും വരുന്നത്. ഇതൊരു ഷെയ്ഡ്. അടുത്ത ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ. ഗ്രീനും യോക്ക് ഓഫ് വൈറ്റ്. ഇങ്ങനെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ വാഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സെറ്റാണ്. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും. ചുറ്റും ബോർഡർ ക്രീമായിട്ട് അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നടുക്ക് പ്ലെയിൻ ആയിട്ട്. ഇതൊരു ഡാർക്ക് ഗ്രീന്. അടുത്തത് ഒരു പിങ്ക്, റാണി പിങ്ക് ഷെയ്ഡ്. എന്നിട്ട് യോക്ക് ക്രീം. അതിൻ്റെ ഫ്ലവർ ഇങ്ങനെ. ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ ഇച്ചിരി വ്യത്യാസമുണ്ട് ആദ്യത്തേത് കാണിച്ചതിലുമായിട്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേന് രണ്ട് സൈഡും ബോർഡർ ആയിട്ടാണ് ഈ പ്രിന്റ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. ബോർഡർ കൂടെ എന്നിട്ട് ഒരു ഡാർക്ക് റെഡും ആ ഒരു ഷെയ്ഡും ഒക്കെ പോകുന്നുണ്ട്. അടുത്തതും ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്, ലൈറ്റ് ഗ്രീൻ. രണ്ടാമത്തെ കാണിച്ച ഗ്രീനുമായിട്ട് യോക്കിൻ്റെ ഫ്ലവറിൻ്റെ പ്രിന്റിന് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് ഷെയ്ഡിട്ടാണ് യോക്കിൽ പ്രിന്റ് വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ഗ്രീൻ വരുന്നില്ല, ഫുൾ ക്രീമേൽ ബ്ലാക്ക് പ്രിന്റ് ആണ് പോയേക്കുന്നത്. അപ്പോൾ ഇത്രയും സെറ്റാണ് ഈ ഒരു സിൽക്കി കോട്ടയിൽ തിരിച്ചു വർക്ക് വരുന്ന സെറ്റ് വന്നേക്കുന്നത്. ഏതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക.